നമസ്കാരം. നമ്മുടെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു നാടാണ്. അത് അഭിനയ രംഗത്താണെങ്കിലും സംഗീത രംഗത്താണെങ്കിലും വാദ്യോപകരണ രംഗത്താണെങ്കിലും അങ്ങനെ നിരവധി കലാകാരന്മാർ നമ്മുടെ ചങ്ങനാശ്ശേരി ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പം നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം വാഴപ്പള്ളിയാണ്. ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വാഴപ്പള്ളിയിൽ നിരവധി കലാകാരന്മാർ, ചങ്ങനാശ്ശേരി നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പ്രാന്തപ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് വാഴപ്പള്ളി. അപ്പോൾ ഇപ്പം വാഴപ്പള്ളിയിൽ വളർന്നു വരുന്ന ഒരു വലിയ കലാകാരൻ, പ്രായത്തിൽ ചെറുതാണെങ്കിലും കലയിൽ വളരെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാതനായ ഒരു കലാകാരനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കാം. അപ്പോൾ ഞാനിപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം പറയുന്നില്ല. നമുക്ക് ആ കലാകാരനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം വന്നിരിക്കുന്നത് പറഞ്ഞല്ലോ. ഇതാണ് അഖിനൽ അല്ലേ? അതെ അതെ. നിങ്ങളെ ഇപ്പം ഫേസ്ബുക്കിൽ കൂടെയും മറ്റ് വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കൂടെയൊക്കെ നിങ്ങളിന്ന് ഫേമസ് ആണ്. അപ്പം നിങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുചെയ്യാം. തീർച്ചയായിട്ടും വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഓക്കെ. അഖിലേ, അതെ, ചങ്ങനാശ്ശേരിയിൽ ഒത്തിരി കലാകാരന്മാരുണ്ട്. അത് വിവിധ കലകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. വാദ്യോപകരണങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ വാഴപ്പള്ളിയിലാണെങ്കിൽ വാദ്യോപകരണ കലയുടെ അല്ലേ കൂടുതൽ ആളുകൾ. പക്ഷേ ഈ പുല്ലാങ്കുഴലും നാദസ്വരവും കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചങ്ങനാശ്ശേരിയിൽ ഞാനങ്ങനെ എനിക്കറിയില്ല, ഇതുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെപ്പോലെയൊക്കെ ഇത്രയും ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, പ്രത്യേകിച്ചും പുല്ലാങ്കുഴൽ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ കുറച്ച് നിങ്ങൾ വായിക്കുന്നതൊക്കെ ഒന്ന് കേൾക്കണം, അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഈ കലയിലേക്ക് എങ്ങനെ വന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അച്ഛൻ അല്ലേ കലാകാരനാണ്. അച്ഛൻ മൃദംഗമാണ് പഠിച്ചത്, ഘടം ആർട്ടിസ്റ്റാണ്. അതെ അതെ. അച്ഛൻ്റെ പ്രോഗ്രാം കച്ചേരികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കല എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ പുല്ലാങ്കുഴിയിലേക്ക് വരാൻ എന്താ കാരണം? പുല്ലാങ്കുഴി ഇഷ്ടപ്പെടാനോ ചെറുപ്പം തൊട്ടേ ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങിയതെല്ലാം നാഗസ്വരമാണ്. കൊച്ചിൽ തൊട്ട് പഠിച്ചതെല്ലാം നാഗസ്വരമാണ്. കാര്യം അച്ഛൻ്റെ അച്ഛൻ ആ ഒരു തലമുറയെല്ലാം നാഗസ്വരം തവിലുമായിട്ട് ബന്ധപ്പെട്ട അവര് കലയിൽ പാരമ്പര്യമായിട്ട് വന്നത്, സജീവമായിട്ട് നിന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതില് അച്ഛന്റെ ചേട്ടൻ ശരിക്കും പുല്ലാങ്കുഴൽ നാഗസ്വരം കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ആ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയെന്ന് പറയാറുണ്ട്. അതെ അതെ, അതെ അതെ, ആ പാരമ്പര്യം കിട്ടിയെന്ന് പറയാറുണ്ട്. അപ്പൊ മോനെ നാദസ്വരത്തിലാണ് തുടക്കം അല്ലേ? അതെ അതെ. അപ്പൊ അതിന്റെ ഗുരുവൊക്കെ ആരാ? നാദസ്വരത്തിൽ എന്നെ ആദ്യം പഠിപ്പിച്ചത് ഏബൂർ ഹരിദാസ് വാര്യർ എന്ന് പറഞ്ഞ സാറാണ്. അപ്പം ആശാന്റെ ശിക്ഷണത്തിലാണ് ഞാൻ എൻ്റെ അരങ്ങേറ്റം വരെ കുറിച്ചത്. അത് കഴിഞ്ഞിട്ട് മരത്തിലോട്ടം ബാബു എന്ന് പറഞ്ഞ സാറിൻ്റെ അടുക്കൽ പഠിക്കാൻ പോയി പരിപാടനമായിട്ട്. അപ്പൊ ഇത് എത്ര വയസ്സ് തുടങ്ങി ഈ പരിപാടി? എത്ര വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിലെ തൊട്ട് തുടങ്ങി. പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ശരിക്കും നാഗസ്വരം ഒന്ന് ശബ്ദം കേൾപ്പിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയും കൊച്ചിലെ കാര്യം. അച്ഛൻ അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ വരും. അപ്പം അമ്പലത്തിൽ നാഗസ്വരം തവിലും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ആശാന്റെ നാഗസ്വരം ഒരുപാട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ചപ്പോൾ അങ്ങനെയാണ് ഇനി നാഗസ്വരത്തിലോട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങി. നമ്മുടെ ഉള്ളിൽ ഒരു ടാലന്റ് വേണമല്ലോ. അതെ അതെ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്ക് ചെറുപ്പത്തിലെ അങ്ങനെ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു അല്ലേ? അച്ഛൻ ചോദിക്കുക എന്ത് പഠിക്കണം എന്ന് ചോദിക്കുക. അപ്പം ആ പ്രായത്തിൽ നമുക്കത് അറിയത്തില്ലല്ലോ ഇത് നമുക്ക് ഇതുണ്ട്. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാഗസ്വരം പഠിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വളരെ ചെറുപ്പത്തിലേ തുടങ്ങി? ചെറുപ്പത്തിലേ തുടങ്ങിയാണ് നാഗസ്വരത്തിൽ തുടങ്ങി. പുല്ലാങ്കുഴലിലേക്ക് വന്നത് കുറേ നാള് ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരിക്കും ശരിക്കും പുല്ലാങ്കുഴലില് പഠിക്കാനായിട്ട്. പക്ഷെ ഈ നാദസ്വരം അതിനൊരു ബേസ് ആയിട്ടില്ലേ ഈ പുല്ലാങ്കുഴലിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു അതിന്റെ ഫിംഗറിങ് ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് ഞാൻ പുല്ലാങ്കുഴലിൽ തൃക്കുടുത്താനം ശ്രീരാജ് എന്ന് പറഞ്ഞ സാറിന്റെ അടുക്കൽ പഠിക്കാൻ ചേർന്നു. ശ്രീരാജ് അദ്ദേഹം പുല്ലാങ്കുഴലിലെ ചേട്ടൻ ശരിക്കും വയലിനിസ്റ്റ് ആണ്. ചേട്ടൻ പുല്ലാങ്കുഴലിലെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പഠിക്കാൻ പോയി അതിന്റെ ടെക്നിക്സുകളൊക്കെ മനസ്സിലാക്കി അവിടുന്ന് ചേട്ടന്റെ കീഴിലാണ് ഞാൻ അരങ്ങേറ്റം കുറിക്കുന്നത് പുല്ലാങ്കുഴലിൽ. പിന്നെ വേറെ ഗുരുക്കന്മാരല്ലോ? പിന്നെ ഞാൻ ചെന്നൈയിൽ ജയന്ത് എന്ന് പറഞ്ഞ സാറിന്റെ അടുക്കൽ ഉപരിപഠനമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ ഇതിന്റെ ഒരു വാദ്യോപകരണങ്ങൾ മറ്റ് കലയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം സംഗീതമാണെങ്കിൽ നമുക്ക് തൊണ്ട കൊണ്ട് എന്ത് വേണമെങ്കിലും അഭ്യാസങ്ങളൊക്കെ കാണിക്കാം അല്ലേ? മൃദംഗമോ ഘടമോ ഒക്കെ ആണെങ്കിൽ കൈകൊണ്ട്. ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പുല്ലാങ്കുഴലിനുള്ള ഇതുണ്ടല്ലോ, ഇതിൻ്റെ സുഷിരങ്ങൾ അല്ലേ? അതല്ലേ നിങ്ങൾ ഈ സ്വരങ്ങൾ, അതിലാണ് സ്വരങ്ങൾ ഇരിക്കുന്നത്. അത് ആ ഒരു സംഭവത്തിലല്ലേ നമ്മൾ ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ പല സാധനങ്ങൾ. അഖിലേ, ലോകത്ത് ഇഷ്ടംപോലെ ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇപ്പോൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് വരും ഈറയിൽ
ഇപ്പോൾ എത്ര സുഷിരമുണ്ട്? 1 2 3 4 5 6 7 8. ഈ സുഷിരത്തിൽ ഈ ഈറയിൽ ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന മനോഹരമായ ഒരു നാദം, ആ ഒരു ശബ്ദം വേറെ ഒന്നിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് റെക്കോർഡിങ്ങിനാണല്ലോ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഭയങ്കരം. കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം എൻ്റെ അച്ഛൻ ഒരു സംഗീത സംവിധായകനാണ്, അഖിലിനെ അറിയുമെന്ന്, ആലപ്പിയിലൊക്കെ നടന്നു. അപ്പോൾ അച്ഛൻ്റെ പാട്ടുകളിലൊക്കെ ഈ ഫോക്കാണെങ്കിൽ അച്ഛൻ ഫ്ലൂട്ട് ഉപയോഗിക്കാതെ, അത് ഭക്തിഗാനമാണെങ്കിലും ഏത് ടൈപ്പ് സോങ് ആണെങ്കിലും അദ്ദേഹം ഫ്ലൂട്ട്. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നില്ല. എനിക്ക് അഖിലിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഇതിലൊന്ന് കേൾക്കണം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം. സൂപ്പർ. താങ്ക് യു. മനോദേ, ഇപ്പം നിങ്ങളിപ്പോൾ ഈ കലാകാരന്മാരിത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ നമ്മുടെ കലാരംഗത്ത് ഞാൻ കൂടുതലും നിങ്ങളിപ്പോൾ ഈ കല്യാണ പ്രോഗ്രാംസ്, മറ്റ് പാർട്ടികൾ ഇങ്ങനെയൊക്കെ കുറേ കാണുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റു വേദികളിലേക്ക് പോകാനൊക്കെ പറ്റുന്നില്ല? തീർച്ചയായിട്ടും ഞാൻ റെക്കോർഡിങ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം ഫിലിമിൽ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഫിലിമിൽ വർക്ക് ചെയ്തു, ആഡ് ഫിലിമിൽ വർക്ക് ചെയ്തു, കുറേ ആൽബംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് സാധ്യതകളുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു പുല്ലാങ്കുഴൽ പോലെ ഒരു സംഭവം ചെയ്തുകൊണ്ട് ഒരു ആൽബം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു പുല്ലാങ്കുഴൽ മാത്രമായിട്ട് കവർ സോങ്സുകളൊക്കെ വായിക്കാറുണ്ട്. ഇതുപോലെ പാട്ടുകൾ വായിച്ചിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഏതും കൂടുതൽ ഇനിയും സംസാരിക്കണ്ട, എനിക്കിത് കേൾക്കണം. നമുക്ക് നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് താങ്ക് യു. അതിലെ പ്രോഗ്രാംസിനൊക്കെ കൂടുതൽ വായിക്കുന്ന നമുക്ക് ഇപ്പോൾ ഒരു ബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ബിറ്റാണെന്ന് നോക്കാമല്ലോ. അതെ അതെ, സൂപ്പർ സൂപ്പർ. അതെ, ഇപ്പം നിങ്ങൾ പല ഓടക്കുഴലുകൾ മാറിയെടുക്കുക, അതിപ്പോൾ ശ്രുതി അനുസരിച്ചുള്ള സംഭവങ്ങൾ. അതെ അതെ, ഓരോ ഫ്ലൂട്ടും ഓരോ പിച്ചിന് വരുന്നു. അതെ അതെ.
സൂപ്പർ. ഈ സ്പടികത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 10-15-20 മിനിറ്റ് നേരം ഞങ്ങളെ അങ്ങ് സംഗീതത്തിൻ്റെ വേറൊരു തലത്തിൽ കൊണ്ടുപോയി കേട്ടോ. സന്തോഷം. അപ്പോൾ അഖിലിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഈ നാദസ്വരത്തിലും ഫ്ലൂട്ടിലും അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കൈവിരലുകൾ കൊണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു അഭിമാനമാണ്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അഖിലേ, ഇനിയും ഈ നമ്മുടെ ലോകം മുഴുവൻ നിങ്ങൾക്ക് ഈ സംഗീത രംഗത്ത് നിങ്ങൾക്ക് ഉയരുവാൻ സർവശക്തനായ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ ഇനി ഞങ്ങൾ വരും. ഞങ്ങൾക്ക് ഇതുപോലുള്ള തീർച്ചയായിട്ടും വരണം കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.